5 കാര്യങ്ങൾ ലൈഫിൽ മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ യൂസ്ഫുൾ ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്, പൊമോഡാരോ ടെക്നിക്. ഇത് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ റീഗെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പൊമോഡാരോ ടെക്നിക്. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നമുക്ക് പഠിക്കാനിരിക്കുകയാണെങ്കിൽ 25 മിനിറ്റ്സ് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു 4 റൗണ്ട്, അതായത് 25 മിനിറ്റ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, പിന്നെ ഒരു 25 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു 4 റൗണ്ട് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ലാർജർ ബ്രേക്ക് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. 25 മിനിറ്റ്സ് അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാനാണെങ്കിലും ആ ഒരു വർക്കിനാണെങ്കിലും ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ടിപ്പ്, ബ്രേക്ക് യുവർ വർക്ക് ഇൻ ടു സ്മോളർ ടാസ്ക്. നമുക്ക് കിട്ടിയിട്ടുള്ള ജോലി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണോ അതിനെ ഒന്നായിട്ട് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇത്ര കട്ടിയുള്ള ബുക്കൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ടെൻഷൻ ആവും അല്ലെ. അപ്പൊ അതിനെ സ്മോളർ ടാസ്കുകളായിട്ട് മാറ്റുക, അത് പഠിക്കാനിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ചാപ്റ്റർ തീർക്കുക, അല്ലെങ്കിൽ ഇന്നൊരു പോർഷൻ വരെ തീർക്കുക. അങ്ങനെയുള്ള ഒരു എയിമോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഇനി ബ്രേക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നതും നല്ലൊരു കാര്യമായിരിക്കും. ആൻഡ് ഓൾവേസ് നമ്മളിപ്പോൾ പഠിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഒരു കാര്യം എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. വൈ വി സ്റ്റാർട്ടഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു അംബീഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ പേരൻസിനെ പ്രൗഡ് ആക്കുക എന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ജോബ് ആയിരിക്കും. വാട്ട് എവർ നമ്മൾ എന്തിനാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം പഠിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുതി ഒട്ടിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വൈ യു സ്റ്റാർട്ടഡ്. തേർഡ് ടിപ്പ്, ചേഞ്ച് യുവർ സ്റ്റഡി എൻവയൺമെന്റ്. അതായത് നമ്മൾ എന്നും ഒരേ സ്ഥലത്താണ് ഇരുന്ന് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും, ഇവിടെ ഞാൻ വരുന്നതേ പഠിക്കാനാണല്ലോ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അങ്ങനെ ഒരു തോട്ടൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലേക്ക് അൺകോൺഷ്യസ്ലി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സ്റ്റഡി എൻവയൺമെന്റ് ഒക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കാം. എന്നും ഒരേ സ്ഥലത്തിരിക്കാണ്ട് നമുക്ക് വേറെ സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഫോർത്ത് ടിപ്പ് എന്നുള്ളത്, സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. ചിലപ്പം ചെറിയ വിൻ ആയിരിക്കും. ഞാൻ ഈ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ 25 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ തീർക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് നമ്മൾ ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമുക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അടിപൊളി, ഞാൻ സൂപ്പറാണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, നമുക്കൊരു സ്നാക്സ് കൊടുക്കാം. അങ്ങനെ എന്താണോ നമ്മൾ വിൻ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞി ഗിഫ്റ്റോ കുഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഫോർത്ത് ടിപ്പ്. ഫിഫ്ത്ത് വൺ, ഫോക്കസ് ഓൺ ദ പ്രസന്റ് നോട്ട് ദ പാസ്റ്റ്. അതായത് നമുക്ക് എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് തോന്നുന്നതായിരിക്കും, മുമ്പേ തുടങ്ങിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴേ നമ്മൾ വിചാരിക്കുമോ ഇന്ന് തൊട്ട് ഞാൻ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അന്നൊക്കെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ അത് വിട്ടുപോകും. അപ്പോൾ എപ്പോഴും പഠിക്കാനിരിക്കും, പ്രത്യേകിച്ച് പരീക്ഷയുടെ തലേദിവസമൊക്കെ ആയിരിക്കും നമ്മളിരുന്ന് നോക്കുന്നുണ്ടാവുക. ഒരിക്കലും അങ്ങനെ നമ്മൾ പാസ്റ്റിൽ അത് ചെയ്തിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ ഫോക്കസ് ഓൺ ദ പ്രസന്റ്. നമ്മൾ അങ്ങനെ ആലോചിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കോൺഫിഡൻസ് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിക്കാനില്ല. സോ ഇപ്പം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക. പിന്നെ ഒരു കാര്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു അഡ്വൈസ് ആയിട്ട് തരാനുള്ളതാണ്, ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് മാത്രമേ ഈ സ്ട്രഗിൾസ് ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പഠിച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി, അവരൊക്കെ ഈ ഒരു സ്ട്രഗിൾ കൂടെ പോകുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഞാൻ മാത്രം ഇത് ഫേസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വെറീഡ് ആവേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓക്കെ ടു സ്ട്രഗിൾ. നമ്മളെ കൊണ്ട് പറ്റണത് എന്താണോ അത് ചെയ്താൽ മതി. വെയിറ്റ് ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള അല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും വേണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ.